ഈ സുന്നി ഐക്യം എന്ന് പറയുന്നത് ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. സുന്നി ഐക്യം ചർച്ച ചെയ്യുമ്പോൾ അതിൽ പ്രധാനമായും ഈ പാണക്കാട് കുടുംബത്തിൻ്റെ ഒരു നിലപാട് എന്താണ് എന്നുള്ളത് എല്ലാവരും അന്വേഷിക്കാറുണ്ട്. പ്രത്യേകിച്ച് ആ ഐക്യത്തിനുള്ളിൽ വരുന്ന ഒരു രാഷ്ട്രീയം ഇപ്പോൾ ഇലക്ഷൻ ആവുമ്പോൾ ഒരു ഗൗരവമായ ചർച്ചയുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. പരമ്പരാഗതമായി സമസ്ത വിഭാഗം നമ്മുടെ മുസ്ലിം ലീഗിനോടൊപ്പവും AP വിഭാഗം CPIMനോടൊപ്പവും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായും നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ ചേരുവയാണ് അല്ലെങ്കിൽ ചേരിയാണ് ഒരു പരമ്പരാഗതമായി നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. എന്നാൽ അതിനിടയിൽ ക്രോസ് ഔട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് പല ഇലക്ഷനുകളിലും പല മണ്ഡലങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പോയവർക്ക് മടങ്ങി വരാം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ആരും പോയിട്ടില്ലെന്നും അതിനുള്ളിൽ തന്നെ ഉണ്ടെന്നും ഒരു ഐക്യവും മാന്യമായ ഇടപെടലുമൊക്കെ പരസ്പരമാകാമെന്ന് പറയുന്ന തൊട്ട് തലോടി അങ്ങ് പോയ കാന്തപുരം ഉസ്താദിൻ്റെ മറുപടിയും വന്ന ശേഷമാണ് പലരും പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ ഇതിൻ്റെ പ്രതികരണം അറിയാനായി സമീപിച്ചത്. ആ പ്രതികരണം കേട്ടിട്ട് അതിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. ദേ കേട്ടോളൂ. സുന്നി ഐക്യത്തെക്കുറിച്ചിപ്പോൾ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് സജീവമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ജിഫ്രി തങ്ങൾ ആദ്യം അതിൻ്റെ ഒരു അവതരണം നടത്തി. ഇന്നലെ അതിനായ കാന്തപുരം ഉസ്താദ് അനുകൂലമായിട്ട് തന്നെയാണ് പ്രതികരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ വലിയ സന്തോഷമുണ്ട്. സുന്നിക്കൊന്നും അതിനോടൊപ്പം തന്നെയാണ്. പ്രത്യേകിച്ച് സുന്നി ഐക്യ കാര്യത്തിൽ നേരത്തെ തന്നെ നല്ല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ഓരോരോ കാര്യം പറഞ്ഞാൽ അങ്ങനെ നീണ്ടുപോയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ സമുദായത്തിൻ്റെ ഐക്യം, സമൂഹത്തിൻ്റെ ഐക്യം, ആ കാര്യത്തിലൊക്കെ മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബവും ആ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. അതിൻ്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. ഐക്യം യാഥാർത്ഥ്യമാക്കുന്നതിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ടാവും. ഇതിനുശേഷമുള്ളൊരു രാഷ്ട്രീയം എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ച് അങ്ങനത്തെ ആലോചന നടത്തിയാണെങ്കിൽ ഐക്യം സാധ്യമായതിനു ശേഷമുള്ള രാഷ്ട്രീയ നിലപാടുകൾ എങ്ങനെയായിരിക്കും സ്വീകരിക്കാനുള്ളത്? രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ഐക്യം. ഇപ്പൊ സുന്നി ഐക്യം എന്ന് പറഞ്ഞാൽ സുന്നികൾക്കിടയിൽ ഐക്യം ഉണ്ടാകുക, ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഐക്യപ്പെട്ടു പോകുക എന്നുള്ളതാണ്. രാഷ്ട്രീയം നമുക്ക് ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. രാഷ്ട്രീയവും ഐക്യവും തമ്മിൽ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ ഐക്യ ചർച്ചകളിൽ നിന്നൊക്കെ പാണക്കാട് കുടുംബത്തെയും സ്വാദിഖ് അലി തങ്ങളെയൊക്കെ മാറ്റി നിർത്തുന്നു എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉയർന്നു വരുന്നത്. അതിനൊന്നും കാര്യമില്ല. നമ്മൾക്ക് സമൂഹത്തിന്റെ ഭാഗമല്ലേ. നമുക്ക് ഈ കാര്യം ഏറ്റവും എല്ലാ നന്മകളോടൊപ്പവും നിൽക്കുന്നവരാണ് നമ്മൾ മാറി നിൽക്കില്ല. നമ്മളെ മാറ്റി നിർത്താനും പറ്റില്ല. അല്ല, നിലവിൽ ചർച്ചയുടെ ഭാഗം അല്ലെങ്കിലും ഭാവിയിൽ ചർച്ചയുടെ ഭാഗമാവും അല്ലേ? ഈ ഐക്യ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ അതിൽ ഞങ്ങളോട് അഭിപ്രായങ്ങൾ എല്ലാ വിഭാഗവും ചോദിക്കാറുണ്ട്. അതങ്ങനെയാണ്. പ്രത്യേകിച്ച് ഞങ്ങളൊരു പ്ലാറ്റ്ഫോമാണല്ലോ. സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഉള്ളവരെ വിളിക്കാനും അവരൊക്കെ ചേർത്തിരുത്താനും പാരമ്പര്യമായിട്ട് തന്നെ അങ്ങനെ ഒരു നിയോഗമുള്ളവരാണ്. അപ്പം ആ നിലക്ക് ഈ കാര്യത്തിലും എല്ലാവരും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്, പറയാറുണ്ട്. അതിനാണ് ശിഹാബങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇതിന്റെ നേതൃത്വത്തിലേക്ക് ഐക്യ ചർച്ചകളുമായി ബന്ധപ്പെട്ട് അതിന്റെ മധ്യസ്ഥനാവേണ്ടതും അതുപോലെ തന്നെ പ്രഖ്യാപനം നടത്തേണ്ടതും പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ് എന്ന് അന്ന് അങ്ങനെ ഒരു വ്യക്തത വരുത്തിയിരുന്നു. പക്ഷേ അതിലെന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ? ഒന്നുമില്ല, അതിലൊന്നും മാറ്റം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്നതിനാണ് നമ്മൾ മുന്നോട്ട് പോവുക. അതിലൊന്നും മാറ്റം ഉണ്ടാവില്ല. മനുഷ്യരുടെ ഐക്യം എന്ത് സന്തോഷകരമായിരിക്കും. ഇല്ലെങ്കിൽ അങ്ങനെ വ്യത്യസ്ത മനുഷ്യർ ഏറ്റവും സ്നേഹപൂർവ്വം ഐക്യപ്പെടാൻ വേണ്ടി അവരവർക്കുള്ളിൽ ഐക്യമുണ്ടാവുന്നത് എന്ത് ഭംഗിയുള്ള കാര്യമായിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരേ നിലപാടും ഒരേ വഴിയിലും സഞ്ചരിക്കുന്ന 2 പേർ തമ്മിലുള്ള ആ ഐക്യപ്പെടലിനെ കുറിച്ചാണ്. ആ ഐക്യപ്പെടലിനിടയിലെ വിള്ളലുകളെക്കുറിച്ചാണ് ഈ പറയുന്ന സംഗതിയും ചെയ്യുന്നത്. ചേർന്ന് പോകുന്നതിനപ്പുറം ഒരൈക്യവും സാധ്യമാകില്ല, ഒരു ലയനവും സാധ്യമാകില്ലെന്ന് ഇന്ന് പ്രസവിച്ച കുഞ്ഞിനോട് ചോദിച്ചാൽ പോലും ആ കുഞ്ഞിന് പറയുന്നതിനൊരു മടിയുണ്ടാവില്ല. എങ്ങനെയാണ് ശരിയാവുക? ഓരോ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനം കൊണ്ട് ജീവിക്കുന്നവർ, അതിൻ്റെ അധികാരം പങ്കുവെക്കുന്നവർ, അവിടെ ഇരിക്കുന്നവർ, ആ അധികാരം ഹോൾഡ് ചെയ്യുന്നവർ, ഇങ്ങനെയെല്ലാം കൂടെ ലയിച്ച് എന്തുണ്ടായിത്തീരുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ലയനം നടന്നിട്ട് പോലും അത് കല്ലും കടിയുമായി അവശേഷിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു ലയനം എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു ചർച്ചയുണ്ടാക്കുന്ന ഒരു സംഗതിയായി മാത്രം അങ്ങനെ അങ്ങ് തുടർന്നു പോവുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരല്പം പോലും സഞ്ചരിക്കില്ല. ആകെ വേണ്ടതെന്താ? ഈ ലയനമൊന്നും സാധ്യമായില്ലേലും പരസ്പരം സംഘടനകൾക്കിടയിൽ ഒരു മര്യാദയുള്ള വർത്തമാനം ഉണ്ടാവുക, ആരെയും തീവ്രവാദിയാക്കാതിരിക്കുക. ഏതൊരു ചെറിയ ആളിനെയും അകാരണമായി തീവ്രവാദിയാക്കപ്പെടുമ്പോൾ
അതിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുന്നത് ഒരു വലിയ സമൂഹമാണെന്ന് മനസ്സിലാക്കുക. ഇനി വളരെ ഉത്തരവാദിത്വപൂർവ്വമായി ആരെങ്കിലും അത്തരം കാര്യങ്ങളിലുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് തെളിവുകൾ സഹിതം കൊടുത്ത് അവരെ ഉന്മൂലനം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുക. അല്ലാതെ വെറുതെ കാടടച്ചും വെള്ളത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നത് പോലെ സാധിക്കുകയും ചെയ്യുന്ന ഏർപ്പാടുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഐക്യചർച്ചയേക്കാൾ ആവശ്യമുള്ള കാര്യം. ഈ ഐക്യചർച്ച വെറുതെ നമ്മളിലെ പണ്ട് പറയൂലേ, പശുവൊക്കെ അയവെട്ടുന്നത് പോലെ ഇങ്ങനെ അയവെട്ടി അത് ഒരു ദഹന പ്രക്രിയയെ സഹായിക്കുന്നതാണ് എന്ന് പറയാം എന്നുള്ളതിനപ്പുറത്ത് വേറൊരു കാര്യവും ഉണ്ടാവില്ല. ഏതായാലും സാദിഖ് അലി ശിഹാബ് തങ്ങൾ അക്കാര്യത്തിൽ ഇനി ആ ഐക്യ ചർച്ചയിലെ ഒരു അനൈക്യം ഉണ്ടാക്കണ്ട എന്ന് കരുതി വളരെ മനോഹരമായി സംസാരിച്ചു. പിന്നെ ഇതിലാകെ ഒരു പ്രത്യേകതയുള്ളത് എന്താണെന്നറിയോ, ഈ തീരുമാനമെടുക്കേണ്ടതും മുകളിലേക്ക് കാണുന്നതും വലിയ നേതാക്കളാണ്, എല്ലാ വിഭാഗത്തിലും. അതിൻ്റെ അടിയിൽ ഈ ജാക്കി കൊണ്ടുവച്ചു കൊടുത്ത് കറക്കി പൊക്കുന്ന കുറേ തൽപരകക്ഷികളുണ്ട്. ഈ പൊങ്ങുന്നതൊരു സുഖവുമാണ്. അങ്ങനെ പൊങ്ങി പോകും തോറും അവരിതങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരാൾക്കൊരു കാര്യം സുഖിക്കുന്നെന്ന് തോന്നിയാൽ പിന്നെ ആ ചെയ്ത്തു കൂടും. യഥാർത്ഥത്തിൽ സമസ്തയുടെ സമ്മേളനം കഴിഞ്ഞ് പുറത്തു വരുന്നത് മുഴുവൻ ചേരി തിരിഞ്ഞുള്ള പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെയാണ് എന്നതാണ് സത്യം. അപ്പോൾ ഈ ഐക്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഉള്ളിലെ അനൈക്യം അത് അതുപോലെ തന്നെ നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അത് പരിഹരിക്കണമെങ്കിൽ എന്താണ് മാർഗമെന്ന് ചോദിച്ചാൽ നേതാക്കൾ തീരുമാനിക്കണം, ഞങ്ങൾക്ക് താഴെ ഇരുന്നാലും കുഴപ്പമില്ല, ഈ ജാക്കിപ്പണി വേണ്ട. അതുകൊണ്ട് ഈ ജാക്കിപ്പണി എടുക്കാൻ കമ്പിയും കൊണ്ട് നടക്കുന്നവരെ വേറെ ഏതെങ്കിലും പണിക്ക് പറഞ്ഞു വിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പക്ഷേ അത്രമേൽ എളുപ്പം സാധ്യമാകുന്ന ഒന്നല്ല എന്നതാണ് സത്യം.